നമ്മുടെ നാട് ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ATM കവർച്ച എന്ന് പറയുന്നത്. ഒരു പരിധിവരെ നമ്മളുടെ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൽ കൂടി നമ്മൾ നമ്മുടെ പിൻ നമ്പർ കൊടുക്കുകയും ഈ എപ്പോഴും പറയുന്നുണ്ട് വൺ ടൈം പിന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് സേഫ്റ്റി. പക്ഷെ നമ്മുടെ ആൾക്കാർ പഠിക്കുകയില്ല. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും നമ്മളത് ചെയ്യില്ല അല്ലേ? ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡും എല്ലാം യൂസ് ചെയ്യുന്നവരുണ്ട്. ഷോപ്പിംഗ് സൈറ്റിനകത്തും അല്ലെ ഓൺലൈൻ ഷോപ്പിലുള്ള ഏറ്റവും വലിയ തീർച്ചയായിട്ടും അപകടം അതാണ്. ഞാൻ അതിലേക്കാണ് വരാൻ പോകുന്നത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് ചിലപ്പം വില കുറച്ച് കിട്ടാം, വില കുറച്ച് കൂടുതൽ കിട്ടാം. അപ്പം അത് പല രീതി കിട്ടുന്നു. അവിടുത്തെ നമ്മുടെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പരാതികൾ വരുമ്പം എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ചൈനയിൽ നിന്ന് സാധനം വാങ്ങി അല്ലെ ചൈനയിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഇപ്പോൾ വരുന്ന കേസുകളാണ്. ഇപ്പം ഞാൻ ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോയിട്ടില്ല. പരാതി വരുന്നത് ഷാങ്ഹായിൽ നിന്ന് എൻ്റെ ATM കാർഡ് ഉപയോഗിച്ചിട്ട് പൈസ വിഡ്രോ ചെയ്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ അല്ല, ഞാൻ പറഞ്ഞ ഒരാൾ വന്ന് പരാതി പറയാം, ഷാങ്ഹായി എക്സാമ്പിൾ പറയാണ്, കേസ് വരുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ആൾ ഒരിക്കലും അയാൾ ഇന്ത്യ വെളിയിൽ പോയിട്ടില്ല, അയാളുടെ പാസ്പോർട്ട് അനുസരിച്ച്. പക്ഷേ ഇയാളുടെ കാർഡ് ഇൻഫർമേഷൻ ഇന്ത്യക്ക് വെളിയിൽ പോയിരിക്കുകയാണ്. അപ്പം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ ഒരു അപകടം വരിക്കുന്നത്. അപ്പം നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ കയറുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഏത് തരത്തിൽ പർച്ചേസിന് പോകുമ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് മണിയാണ്. ഒന്നെങ്കിൽ ATM കാർഡിൻ്റെ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ATM പ്ലസ് ഡെബിറ്റ് ആണത്, അതല്ല ക്രെഡിറ്റ് കാർഡ്, അതല്ല നെറ്റ് ബാങ്കിങ്, ഇതല്ലെങ്കിൽ മറ്റുള്ള വെർച്വൽ ക്യാഷ് ഉണ്ട്, ഒരുപാട് വാലറ്റ് ഉണ്ട്, Paytm പോലെയുള്ള വാലറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഈ പൈസ കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെബ്സൈറ്റ് നമ്മൾ ഏത് ഓൺലൈൻ ഷോപ്പിലാണോ സൈറ്റിലാണോ കയറുന്നത് ഇതൊരു സെക്യൂർഡ് സൈറ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം ഇതൊരു ബ്രാൻഡഡ് സൈറ്റ്. കാരണം ഇപ്പം പല കമ്പനികളും നേരത്തെ പറഞ്ഞ പോലെ ഈ ഓൺലൈൻ ഒരു വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് തുടങ്ങും. ജനറലായിട്ട് അവർക്ക് സ്റ്റോർ ഉണ്ടാവും, അതുകൂടാതെ ഓൺലൈൻ ഷോപ്പും ഉണ്ടാവും. ഈ ഓൺലൈൻ ഷോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി എല്ലാം കൂടി നല്ല പൈസ ചിലവാകും. എന്നാൽ ഇതിനൊരു റെഡിമെയ്ഡ് പാക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ടാക്കി അങ്ങനെ ഒരു നല്ല മൾട്ടി ലെയർ സെക്യൂർഡ് അല്ലാതെ ഒരു സൈറ്റ് ഉണ്ടാക്കുന്ന സൈറ്റിലൊക്കെ കയറുന്നെങ്കിൽ നമ്മുടെ കാർഡ് ഇൻഫർമേഷൻ അവരുടെ സെർവറിനകത്ത് പ്ലെയിൻ ടെക്സ്റ്റായിട്ട് ഒരു എൻക്രിപ്റ്റഡ് ഫോമിലല്ലാതെ സൂക്ഷിക്കാൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളിടത്ത് ഒരു ഹാക്കറിനെ ഒരു വലിയ കൂടുതൽ ഹാക്കർ ആവണമെന്നില്ല, അവനൊരു SQL ഇഞ്ചക്ഷൻ പോലെയുള്ള ചില ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവർ വരെ എടുത്തുകൊണ്ട് അതിൻ്റെ സെർവറിൽ കടന്നു കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസ് മൊത്തം ഹാക്ക് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. അപ്പോൾ ആ ഡാറ്റാബേസ് മൊത്തം ഹാക്ക് ചെയ്യുമ്പം എത്ര പേരുടെ കാർഡ് ഇൻഫർമേഷൻ ഉപയോഗിച്ചോ അത്രയും പേരുടെ കാർഡ്, എക്സ്പയറി ഡേറ്റ്, അവരുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം മൊത്തത്തിൽ ഹാക്ക് ചെയ്തുകൊണ്ട്. ഈ ഹാക്ക് ചെയ്തെടുക്കുന്ന ഇൻഫർമേഷൻ ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഹാക്കേഴ്സ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഹാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ യൂസ് ചെയ്യത്തില്ല. ഈ ഇൻഫർമേഷൻ എടുത്തിട്ട് ഓൺലൈനായിട്ട് ഇവൻ ചൈനയിലോ റഷ്യയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തുള്ള ഇവരുടെ കൗണ്ടർ പാർട്സ്, ഇവർക്ക് അസോസിയേഷൻ ഉണ്ട്, അങ്ങോട്ട് അയച്ചു കൊടുക്കും. അവരെന്ത് ചെയ്യും, ഈ സാധനം അവിടെ ഇത് ഉപയോഗിക്കും. ഒന്നെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് ഉണ്ടാക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സൈറ്റിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും കാർഡ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മുടെ കാർഡ് അങ്ങനെയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കേസിനകത്ത് പോയി ഞാൻ പറയാം, eBayന്ന് ആ ആൾ ഒരിക്കലും eBay ഉപയോഗിച്ചിട്ടില്ല. eBayയിലെ സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് അവരുടെ കാർഡിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തതായിട്ട് ബാങ്കിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു, പരാതി വന്നു. ബാങ്കിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും eBayന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്, സ്വർണം പർച്ചേസ് ചെയ്തിരിക്കുന്നു. അപ്പം ഇയാളുടെ കാർഡ് 2 തവണ ഉപയോഗിച്ചിട്ട് പൈസ വാങ്ങിയിട്ട് ഇയാൾ ഒരിക്കൽ പോലും ഓൺലൈൻ ഷോപ്പ് ചെയ്തിട്ടില്ല, അല്ലെ eBay കയറിയിട്ടില്ല. പക്ഷെ നമ്മളത് ട്രാക്ക് ചെയ്ത ആളിനെ പിടിച്ചു. പക്ഷേ എങ്കിലും അവിടെ ഈ പറ്റുന്നത് ഈ പറഞ്ഞ രീതിയിലാണ്. ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂർഡ് അല്ലാത്ത സൈറ്റിൽ കയറി നമ്മുടെ കാർഡ് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പോവാം. പിന്നെ നമ്മൾ നേരത്തെ പല സ്ഥലത്തുണ്ട്, നമ്മൾ പലരും ഏറ്റവും കൂടുതൽ മടി ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ പെട്രോൾ ബങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ സാധാരണയായിട്ട് വാഹനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ആരും ഇറങ്ങത്തില്ല. പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് പേഴ്സ് എടുത്തിട്ട് കാർഡ് അവിടെ നിൽക്കുന്ന ആളുടെ കൊടുക്കും. അവർ സാധാരണ ഈ കാർഡ് മേടിച്ചിട്ട് നമ്മളോട് ചോദിക്കും, ചേട്ടാ സാറേ പിന്നുണ്ടോ എന്ന് ചോദിക്കും. ആ പിന്നുണ്ട്, നമ്മളെ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കും. അവൻ കയ്യിലോ എവിടെയെങ്കിലും എഴുതി കൊണ്ടുപോകും, അകത്ത് കൊണ്ടുപോയി സ്വൈപ്പ് ചെയ്ത് കൊണ്ടുവരും. ഈ പോസ് മെഷീൻ, പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ നോർമലി നമ്മളുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് സ്വൈപ്പ് ചെയ്യിപ്പിച്ച് നമ്മൾ തന്നെ പിൻ എൻ്റർ ചെയ്യണമെന്നാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ പലപ്പോഴും അത് ചെയ്യത്തില്ല. 2 കാര്യമാണോ, ഒന്നെങ്കിൽ അവരുടെ ചിലപ്പോൾ ഒരു പോർട്ടബിൾ മെഷീൻ ഉണ്ടാവത്തില്ല, ചിലപ്പോൾ പറയും അകത്താണെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുന്നതിന് അവർക്ക് തടസ്സമൊന്നുമില്ല, പക്ഷേ നമ്മളാരും ഇറങ്ങി ചെല്ലാൻ മടി കൊടുക്കുന്നുണ്ട്, ഇറങ്ങിയിരിക്കും. ഇപ്പോൾ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ സ്കിമ്മർ എന്ന് പറയുന്ന ഒരു ഡിവൈസ്, അപ്പം നെറ്റിലൊക്കെ നിങ്ങൾ കയറി നോക്കിയാൽ കിട്ടുന്ന സാധനമാണ് സ്കിമ്മിങ് ഡിവൈസ്. ഈ സ്കിമ്മിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു മൊബൈലിൻ്റെ ഒക്കെ വലിപ്പമേ ഉള്ളൂ. അതിനകത്ത് നമ്മളൊരു കാർഡ് വരച്ച് കഴിഞ്ഞാൽ കാർഡിനകത്തുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പിലെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ചിപ്പിലെ ഇൻഫർമേഷൻ ആ ഡിവൈസിലേക്ക് മാറ്റാൻ പറ്റുന്ന ഡിവൈസാണ്. അത് ഈ ടെക്നോളജി അറിയാവുന്നവർ ഈ പറഞ്ഞ കടയിൽ നിൽക്കുന്ന പിള്ളേരുടെ കയ്യിൽ വാങ്ങിക്കൊടുക്കും. അവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ എന്താണെന്ന് അറിയത്തില്ല.
ഇവന് 500 രൂപ 250 രൂപയ്ക്ക് ജോലി നിൽക്കുന്നവന് 1000 രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഡെയിലി കിട്ടുവാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന കാർഡെല്ലാം ഒന്ന് വരച്ചിട്ട് ആ പിന്നും കൂടെ കുറിച്ച് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, വൈകുന്നേരം വന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ സ്കിമ്മിംഗ് ഡിവൈസ് മേടിച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു USB കണക്റ്റോടെ ഒരു ലാപ്ടോപ്പിലേക്കോ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർഡ് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിലേക്ക് മാറുകയാണ്. പിൻ നമ്പറും ഉണ്ട്. എന്നിട്ട് ഇത് എനിക്ക് ഒന്നെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക് കാർഡ് അവൈലബിൾ ആണ്, അതിലേക്ക് ഇവിടെ വെച്ച് തന്നെ ക്ലോൺഡ് കാർഡ് ഉണ്ടാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഇമെയിൽ വഴി എൻ്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള വിദേശത്തോ അല്ലെങ്കിൽ എവിടെയോ ഉള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കും. അവിടെ ഈ കാർഡ് ക്ലോൺ ചെയ്തിട്ട് അവിടെ ATM നിന്ന് വിഡ്രോ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ കാർഡിന് പോകുന്നത് ഒരു സ്ഥലം. 2, നമ്മൾ ഹോട്ടലിൽ ചെന്നാലും ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊണ്ടുവരുമ്പം ഇതിനകത്ത് കാർഡ് ഇട്ട് കൊടുക്കും, പിൻ നമ്പർ അവിടെ പറഞ്ഞു കൊടുക്കും, അവർ എടുത്തുകൊണ്ട് പോയി വരച്ചിട്ട് കൊണ്ടുവരും. ഇതുപോലെ കടകളിൽ ചെല്ലുമ്പോഴത്ത് സെക്യൂർഡ് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ കാർഡ് ഈ രീതിയിൽ രണ്ടാമത് ഞാൻ പറഞ്ഞത് ഓൺലൈനിൽ കയറിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പം കാർഡ് ബാങ്കുകളൊക്കെ ഇപ്പം ഇതിൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, OTP എന്ന് പറഞ്ഞ സംവിധാനം, വൺ ടൈം പാസ്വേഡ് നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്കാണ് വരുന്നത്. അതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ചില ഫോൺ കോളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി വരുന്നതാണ് ATM SBI ലൈനാണ്, അതുകൊണ്ട് താങ്കളുടെ പഴയ കാർഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഞങ്ങൾ പറയുന്ന കാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചില വിളിക്കും. അത് ടോൾ ഫ്രീ നമ്പറിൽ നിന്ന് ചിലപ്പോൾ അനുസരിക്കും. അപ്പം ബാങ്കിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വിളിക്കുകയാണ്, താങ്കളുടെ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ ആ കാർഡിൻ്റെ ലാസ്റ്റ് നമ്പർ സെക്യൂരിറ്റി ഒന്ന് പറയാമോ? ഓക്കെ, ഞങ്ങളുടെ സെക്യൂരിറ്റി വെരിഫിക്കേഷൻ താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ, എക്സ്പയറി ഡേറ്റ് പറയൂ. ഓക്കെ, ഇതുവരെ വളരെ ശരിയാണെന്ന് മറ്റേ സിനിമ അയച്ചു നോക്കി, ഇതുവരെ വളരെ ശരിയാണ്, ഇന്നസെന്റ് പറഞ്ഞ പോലെ വളരെ ശരിയാണെന്ന് പറയും. ഓക്കെ, അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ താങ്കൾ തന്നെയാണ് ഇത് ഈ കസ്റ്റമർ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ താങ്കളുടെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു പ്രത്യേകം ഒരു നമ്പർ അയച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറയാമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ നോക്കി ABCD 1 2 3 ഓക്കെ ഇതുവരെ വളരെ ശരിയാണ്, താങ്കളുടെ കാർഡ് വളരെ സെക്യൂർഡ് ആണ്, ഞങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ടോക്കൊക്കെ നടത്തി താങ്ക് യു പറഞ്ഞു വെക്കും. പലപ്പോഴും പെൺകുട്ടികളായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ നിന്ന് പോലെ വരുന്നല്ലോ. ഇതെല്ലാം കേട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് കൊടുത്തു പോകും. ഇതെന്താ സംഭവിക്കുന്നത്, ഇത് ഫിഷിംഗ് പോലെ വിഷിംഗ് ആണ്. നമ്മളെ ടെലിഫോൺ വിളിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഈ വൺ ടൈം പാസ്വേഡ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവർ ഓൺലൈനിൽ ആ സമയത്ത് നെറ്റിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് ഫോണിൽ വരുന്നു 50,000 രൂപയുടെ പർച്ചേസ് നടത്തി, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തി എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ തന്നെ പറഞ്ഞാണ് ഒരു ബാങ്കും എല്ലാ ബാങ്കും കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ആരും ഒരിക്കലും പാസ്വേഡ് ചോദിക്കില്ല, വൺ ടൈം പാസ്വേഡ് ചോദിക്കില്ല, ഇതെല്ലാം അലർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാലും നമ്മുടെ ആളുകൾ വേറെ മറ്റേ നമുക്ക് എപ്പോഴും വരും, നിങ്ങൾക്ക് $50,000 നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കുറെ പേര് പെടുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ തമാശക്ക് ഞാൻ തിരിച്ചയച്ചു, എനിക്ക് വേണ്ട നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു. അപ്പൊ എന്റെ മോൻ പറഞ്ഞു അതുപോലും അയക്കരുത്. കേരളത്തിൽ 78 ലക്ഷം രൂപ ആളുകളുണ്ട്. 78 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു എന്നും പറഞ്ഞ് പലതവണയായിട്ട് പൈസ കൊടുത്ത ആളുണ്ട്. രാവിലെ എനിക്ക് രാവിലെ വന്നത് ഇപ്പം നിങ്ങൾക്ക് 50,000 രൂപ ലോട്ടറി അടിച്ചെന്നല്ല, എത്ര 50 ലക്ഷമോ 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വഴി ചാരിറ്റി നടത്താനായിട്ട് ഇപ്പം അങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ചാരിറ്റി നടത്താൻ ഉള്ള അക്കൗണ്ട് എൻ്റെ കയ്യിലുണ്ട്, പ്ലീസ്. മാഡം ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ മാതിരിയുള്ള ഈ ലോട്ടറിയുടെ പുറമുള്ള പോക്കും ഇതെല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം സിമ്പിളായിട്ട് കാര്യം ചോദിച്ചാൽ നമ്മൾ എന്നും കാണുന്ന ഒരാൾ, ഞാൻ എത്രയും സിമ്പിളായിട്ട് ചോദിക്കും, എന്നും കാണുന്ന ഒരാളോട് രാവിലെ ചെന്ന് വെറുതെ ഒരു 500 രൂപ തരാമെന്ന് ചോദിച്ചാൽ അയ്യോ ഞാൻ പേഴ്സ് എടുത്തില്ല, എന്റെ കയ്യിലില്ല കേട്ടോ. അപ്പോഴാണ് ആഫ്രിക്കയിൽ അയാളുടെ അച്ഛൻ മരിച്ചു പോയിട്ട് അയാൾ പൈസ മൊത്തം 5 കോടി രൂപ നമ്മുടെ പേരിലേക്ക് നമ്മൾ ചാടി. 2, എടുക്കുന്ന ലോട്ടറി ഇവിടെ വളരെ ചുരുക്കം അടിക്കുന്നത്, നമ്മൾ കാശ് കൊടുത്ത് എടുക്കുന്ന ലോട്ടറി. അപ്പൊ എങ്ങനെ എടുക്കാത്ത ലോട്ടറി അടിക്കും? നമ്മൾ ഒരിക്കൽ പോലും എടുക്കുന്നില്ല. എടുക്കാതെ നിങ്ങളുടെ നമ്പർ ഞങ്ങൾ നറുക്കിട്ടെടുത്തെന്നാണ് പറയുന്നത്. ശരിയാ. എനിക്ക് കുറച്ചു ദിവസം മുമ്പാണ് എൻ്റെ വളരെ അടുത്തൊരു ചേട്ടൻ, അറിയാവുന്ന ഒരു ചേട്ടനാണ്, ഭദ്രൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ പേരിൽ എനിക്കൊരു മെയിൽ വന്നു, ലക്ഷ്മി ഇങ്ങനെ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് എൻ്റെ പേഴ്സ് കളഞ്ഞുപോയി, ഞാൻ വിദേശത്താണ്, നല്ല നീറ്റായിട്ട് കേട്ടോ, നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാളെ പോലെ, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഈ നമ്പറിലേക്ക് ഒരു 2 lakhs ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാമോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയുടെ വൈഫ് ഇവിടെയുണ്ട്, അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇത് ഭാഗ്യലക്ഷ്മിക്ക് മാത്രമല്ല കുറെ പേർക്ക് ഇതേ മെയിൽ പോയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതെല്ലാം ദിവസവും നമ്മൾ പത്രം വായിക്കുന്നുണ്ട്, നമ്മൾ ഇതെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ വീണ്ടും വീണ്ടും ആളുകൾ ഈ ചതിക്കുഴിയിൽ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് സ്വഭാവം ഉള്ളവരുണ്ടോ, അതോ ചതിക്കപ്പെടലോ വല്ലോ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ആരുമില്ല, എല്ലാം നല്ല കുട്ടികളാണോ? കടയിൽ പോയി സാധനം മേടിക്കും നിങ്ങളൊക്കെ? അവരെല്ലാം നമ്മുടെ കൂടെ ഉള്ളവരാ, സാർ കൊണ്ടുവന്നാണോ? ഇവരാരും നിങ്ങളുടെ ആൾക്കാരല്ല. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം നമ്മളിപ്പം വിരൽത്തുമ്പിലെ വിപണിയാണ് പ്രശ്നം. അതിൽ നമ്മൾ നമ്മുടെ കാർഡ് ഇപ്പോൾ ഡെബിറ്റ് ആയിരുന്നാലും ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് വാങ്ങി. ഇപ്പോൾ നിലവിൽ ഈ നമ്മുടെ സിറ്റിയിലുള്ള ഏത് കടയിലാണ് ഈ കാർഡ് ഉപയോഗിക്കാത്തത്? രണ്ടിലും പ്രശ്നമില്ല. മൊബൈൽ യൂസ് ചെയ്യുന്നവരല്ലേ?
മൊബൈലൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ മേടിക്കാറില്ലേ? നമ്മുടെ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത CRO പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇത് ഓൺലൈനിൽ നിന്ന് മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇല്ല, പറ്റിക്കപ്പെട്ടിട്ടില്ല. ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് അറിയാമോ? ഓപ്പർച്യൂണിറ്റീസ് അറിയില്ല എന്താണ്? നീ അതിന്റെ ഇടയ്ക്ക് ഓണത്തിനിടയ്ക്ക് ഫോട്ടോ വെച്ചോ ഓൺലൈൻ ജോബ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം സാറ് പറഞ്ഞ പോലെ ഇവര് എന്തുകൊണ്ടാണ് ഈ പ്രൈസ് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പല ടാക്സുകളാണ് മിക്ക പ്രൊഡക്ട്സിന്. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ഒരു പ്രൊഡക്ട്സിന് ഈ കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെ ടാക്സ് ഇരട്ടിക്കുക. ഇപ്പോൾ 5% ടാക്സ് കൊടുത്ത് വാങ്ങിക്കുന്ന ബാംഗ്ലൂരിലെ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ അത് ഇവിടെ 14.5 ആയിരിക്കും നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ ഈ GST എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇനി വരുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് എല്ലാം ഒരുപോലെയാവും. അപ്പോൾ ഈ പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആകും. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴും ഇവിടെയുള്ള ഈ ട്രഡീഷണൽ ബിസിനസ് സ്റ്റോറുകൾ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വീണ്ടും പ്രശ്നങ്ങളിലോട്ട് വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു IT സ്റ്റോർ, ഒരു IT റീസെല്ലർക്ക് ആ സാധനം പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് കുറേ പ്രൊസീജിയർ ഉണ്ട്. അവിടെ ഒരു റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ വരും, പിന്നെ ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ വരും. ഇവർക്ക് കൊടുക്കുന്നൊരു വെണ്ടർ സൈഡും ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഈ ആൾക്കാരെല്ലാം ഈ പിക്ചറിൽ നിന്ന് മാറും. ഈ ടാക്സ് സെയിം ആകുമ്പം അവർക്ക് വേണം ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇവരൊക്കെ ഒരു CR&F ഏജന്റ് പോലെ മാറിക്കഴിയുമ്പോഴത്തേക്കും അത്ര ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുവാണ് നമുക്കിവിടെ. അപ്പോൾ ഈ ട്രഡീഷണൽ മാർക്കറ്റിനെ ശരിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്. ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓൺലൈൻ മാറ്റി ഇവർ ഒരേ രീതിയിലുള്ള പ്രൈസ് കൊണ്ടുവരാമെന്ന് ശ്രമിച്ചാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാർക്കറ്റിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. സാർ, എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ പർച്ചേസ് ഈ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടല്ലോ, അതല്ലേ കുറച്ചുകൂടി സേഫ്? തീർച്ചയായിട്ടും. അതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറിയിൽ തന്നെ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന് നോക്കേണ്ടത്, ഈ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഇത് പൊട്ടിച്ച് നോക്കാതെ ആളെ വിടരുത്. നമ്മൾ അവിടെ നിർത്തിയിട്ട് ഈ ആള് പോകുന്നതിന് മുമ്പിൽ തന്നെ സാധനം പൊട്ടിച്ച് നോക്കി ഇത് ഉറപ്പുവരുത്തുകയാണ്. നമുക്കത് അവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കാനേ പറ്റുള്ളൂ. അവർക്ക് തിരിച്ചെടുക്കാനുള്ള പ്രോസസ് ഇല്ല, അവരുടെ ഇല്ല. അവർക്ക് പൈസ കൊടുക്കാതിരിക്കാം നമുക്ക്. അല്ലെങ്കിൽ അവരെ വിടാ, ഇപ്പൊ സാർ പറഞ്ഞ മാതിരി ആ വന്ന കൊറിയർ ബോയിയെ പുറത്ത് വിടാതിരിക്കാം. കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരുമായിരിക്കാം, പക്ഷെ എന്നാലും നമ്മൾ സേഫ് ആവും. നമ്മൾ സാധനം മേടിക്കുമ്പോ പൈസ ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നു. ഇത് നമ്മുടെ ഒരു കഴിവാണ്. ആ ഡിലേ ചെയ്യിക്കുക, പൈസ കൊടുക്കുന്നത് ഡിലേ ചെയ്യാന്നുള്ളത് നമ്മുടെ കഴിവാണ്. അതിനിടയ്ക്ക് ഒരാളത് പൊട്ടിച്ച് നോക്കുക. അതെല്ലാം കിട്ടുമ്പോഴേ നമ്മൾ ബലം പ്രയോഗിച്ചാൽ പൊട്ടിച്ച് നോക്കണം. നമ്മൾ പൈസ എടുക്കുന്ന ഒരാളെ അകത്തോട്ട് വിടുന്നു, ആ സമയത്ത് പതിയെ പേഴ്സ് എടുത്തോണ്ട് വരുന്ന ഗ്യാപ്പിനിടയിൽ ഇത് സാധനം പൊട്ടിച്ച് നോക്കും. അത് നമ്മുടെ ഒരു ടാക്ടിക്സ് ആണ്. അത് ചെയ്യുന്ന ക്യാഷ് ഓൺ ഡെലിവറിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി സൈറ്റുകളുണ്ട്. ഇപ്പോൾ പേപാൽ പോലെയുള്ള അല്ലെങ്കിൽ Paytm പോലെയുള്ള ഈ ഇന്റർമീഡിയറ്റ്സ് ഉണ്ട്, സെക്യൂർഡ് സൈറ്റ്സുകളുണ്ട്. അപ്പോൾ അവർ വഴിയാണ് നമ്മൾ പേ ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ഈ പൈസ വെണ്ടർക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ക്യാഷിലേക്ക് പോകുന്നില്ല. പൈസ ഇതൊരു ബാങ്ക് പോലെയാണ്. പൈസ അവിടെ ചെന്നതിന് ശേഷം അവർ ചില കേസിൽ, ഇപ്പം ചില ആമസോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് ചെന്നതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ഒറിജിനലി വെണ്ടർക്ക് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂർഡ് സൈറ്റിൽ കൂടെ പോയാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പൈസ ഏതെങ്കിലും നമുക്ക് ഈവൻ കാർഡാണെങ്കിലും കാർഡ് കമ്പനിക്ക് നമ്മൾ പരാതി കൊടുക്കുകയാണ്, ഇതൊരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് നടന്നു കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ അല്ലാതെ ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ ബ്രാൻഡഡ് അല്ലാത്ത സെക്യൂർഡ് അല്ലാത്ത സൈറ്റിൽ കയറി നേരിട്ട് പൈസ ഓൺലൈൻ കൊടുക്കുകയും സാധനം കിട്ടാൻ വരുമ്പോഴാണ് അവിടെയാണ് ബുദ്ധിമുട്ട്. അല്ല, മിക്കവാറും എല്ലാ സൈറ്റിലും സാർ പറഞ്ഞതുപോലെയാണ്. കാരണം ഡയറക്റ്റ് സെല്ലർക്ക് പൈസ അപ്പോൾ കൊടുക്കത്തില്ല, ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷമേ കൊടുക്കുകയുള്ളൂ. നമുക്ക് 7 ദിവസത്തിനകം തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ അവർ പൈസ അപ്പോൾ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ഇതുപോലുള്ള സെക്യൂർഡ് അല്ലാത്ത സൈറ്റിൽ പോകുമ്പോഴാണ് ഈ പല ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും ക്യാഷ് ഓൺ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, EMI ഉണ്ട്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു ഈ കാർഡ് നേരത്തെ നമ്മൾ ഓൺലൈൻ സൈറ്റുകൾ പ്രചാരത്തിൽ വരുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യും. ഇപ്പൊ അത് നമ്മൾ തന്നെ മിസ്യൂസ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ അന്ന് ക്യാഷ് ഇല്ല. ഇപ്പൊ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് വരും, നമുക്ക് ഇന്ന ദിവസം നമുക്ക് ഈ സാധനം ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ ക്യാഷ് ഇല്ലാത്ത സമയത്താണ് ഇവരെന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് കളയും ആ ഓർഡർ. അപ്പൊ അവിടെ ഒരു കൊറിയർ ബോയ് വരിക, അവിടെ ഇത് കൊടുക്കാൻ ചെല്ലുക എന്നൊക്കെ പറയുന്നതിന് ഒരു മാൻ പവറിന് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു പ്രൈസ്, അവന് കൊടുക്കുന്ന ഒരു പ്രൈസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് നഷ്ടം ഉണ്ടാക്കണേ. അങ്ങനെ കുറെ ഇത് വന്നപ്പോഴാണ് ഇവർ ക്യാഷ് ഓൺ ഡെലിവറി നിർത്തിയത്. ഇതില് കമ്പനികളെ പറ്റിക്കുന്നവരുണ്ട്. അതായത് അങ്ങനെ സംഭവിക്കും. ഒറീസയിൽ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തൊരു വലിയ കേസുണ്ട്. ഒരു കോടിക്കണക്കിന് രൂപ തട്ടിച്ച്. അതായത് എങ്ങനെ വെച്ചാൽ ഇയാൾ പല സിം കാർഡും പല ഇമെയിൽ ID ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ കമ്പനിയിൽ നിന്ന് സാധനം ഓർഡർ പ്ലേസ് ചെയ്യും. ഓർഡർ പ്ലേസ് ചെയ്തിട്ട് സാധനം വന്നു കഴിയുമ്പോഴത്തേക്കും ഡിഫക്റ്റ് ആണെന്ന് പറയും, തിരിച്ചയക്കാൻ പറയും. അപ്പോൾ ഇവനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒറിജിനൽ സാധനം മാറ്റിയിട്ട് മാർക്കറ്റിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് സാധനം തിരിച്ചയക്കും. എന്നിട്ട് അതേ സാധനം ക്വാളിറ്റി ഇല്ലാത്ത സാധനം തിരിക്കും, ഒറിജിനൽ എന്നിട്ട് വേറെ വിറ്റ് പൈസ മേടിക്കും.
അപ്പൊ അങ്ങനെ അവസാനം കമ്പനിക്കാർ പരാതിയായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇയാൾ തന്നെ ഏതാണ്ട് 5000 ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് മോർ ദാൻ 500 സിംസും ഒക്കെ ഉണ്ടാക്കി പല നമ്പറുമായിട്ട് പല ആളുകളെ ഇതിനുവേണ്ടി പേയ്മെന്റ് കൊടുത്ത് നിർത്തിയിരിക്കും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല കഷ്ടപ്പാടില്ലേ സാർ? അത് അല്ലേ, നല്ല തലച്ചോറ് ഉപയോഗിക്കണം, ശാരീരികാധ്വാനം ഒരുപാട്. പിന്നെ അതിന്റെ നിങ്ങൾ ഈ ഫിഷ് പേയ്മെന്റ് കാർഡാണോ അതോ ക്യാഷ് ഓൺ ഡെലിവറി? എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പിന്നെ സുഡെക്സോ കൂപ്പൺസ് വന്നിട്ട് ബിഗ് കമ്പനീസ് ഒക്കെ കൂപ്പൺസ്, ഫുഡ് കൂപ്പൺസ് കൊടുക്കുന്നത്, അത് എക്സ്ചേഞ്ച് ചെയ്യും. പിന്നെ സാർ പറഞ്ഞു നിങ്ങളിപ്പോ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ കൊണ്ടുവരുമ്പോ അയ്യോ ഇത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചെടുക്കും. മീൻ എന്ന് പറയുമ്പോൾ ഒരു മലയാളിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ മേടിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ അയ്യോ ഇത് ഫ്രഷാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു തരുന്നവരുണ്ട്. പിന്നെ പേയ്മെന്റിന്റെ കാര്യത്തിലായാലും ബാക്കി കാർഡ് ഓൺലൈൻ പേയ്മെന്റ് എങ്ങനെ? ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്, കാർഡ് ഓൺ ഡെലിവറി ഉണ്ട്. ആൻഡ് പക്ഷെ ഇതെല്ലാം ഈ സെക്യൂർഡ് ഇതിലേക്കാണ് പോകുന്നത്, ഒരു ഗേറ്റ് വേ വഴിയാണ് പോകുന്നത്. സെക്യൂർഡ് ഗേറ്റ് വേ, നമ്മളിപ്പോൾ ആക്സിസ് ബാങ്കിന്റെ ഒരു സെക്യൂർഡ് ഗേറ്റ് വേ വഴിയാണ് പോകുന്നത്. അപ്പം അതിനകത്ത് കൊടുക്കുന്ന ഇൻഫർമേഷനൊക്കെ എൻക്രിപ്റ്റഡ് ആണ്. അപ്പം അത് ഒരിക്കലും അത് വേറൊരാൾക്ക് കാണാൻ പാടില്ല. പിന്നെ സൈറ്റിന്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ www അല്ലെ HTTP വെച്ചിട്ടാണല്ലോ തുടങ്ങുന്നത്. അപ്പം നമ്മുടെ സെക്യൂർഡ് സൈറ്റിന് HTTPS ആണ്. അപ്പൊ അതൊരു സെക്യൂർഡ് സൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതൊരു സെക്യൂരിറ്റി മെഷേഴ്സിലൂടെ ഒരു ഓഡിറ്റ് കഴിഞ്ഞിട്ടാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. അതിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർഡ് എന്ന് പറയും, HTTPS എന്ന് പറയും. പിന്നെ ഒരു പാഡ്ലോക്ക് ആണ്, SSL സെക്യൂർഡ് സോക്കറ്റ് ലെയർ എന്നാണ്, SSL എന്നാണ് പറയുന്നത്. സെക്യൂർഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ സൈറ്റ് നമ്മൾ നോക്കുകയാണ് ഒരു ഗ്രീൻ കളർ കാണും. ആ പാഡ് പോലെ നമ്മൾ മൗസ് വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കാണും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കാണും, വാലിഡിറ്റി. അതിന്റെ വാലിഡിറ്റി ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. പക്ഷേ ഈ നമ്മൾ ആ സെക്യൂർഡ് സൈറ്റ് സർട്ടിഫിക്കറ്റിലേക്ക് പോകുമ്പോൾ അത് വെരിസൈൻ അല്ലെങ്കിൽ കുറെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഓതറൈസ്ഡ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പാഡ് ലോക്ക് കാണും. പക്ഷേ ഈ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ വാലിഡേഷനും ഈ ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് കാണത്തില്ല. നമുക്ക് ആ സൈറ്റ് കൃത്യമായിട്ട് വെരിഫൈ നോക്കാൻ പറ്റുള്ളൂ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിലും മേടിക്കുന്ന ഒരാൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അതേപോലെ സൈറ്റ് നമ്മൾ പറയുന്നത് നമ്മൾ സൈറ്റിന്റെ കോപ്പിറൈറ്റ് നോക്കണം എന്നാണ്. ഏറ്റവും ഹോം പേജിന്റെ ഏറ്റവും ലാസ്റ്റിൽ ഏറ്റവും ബോട്ടം ലൈനിൽ C എന്നിട്ടൊരു ഇത് കാണാം. ആ കോപ്പിറൈറ്റ് ക്ലിക്ക് ചെയ്ത് അത് കറക്റ്റ് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ വർഷം നമ്മൾ 2016 യൂസ് ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് 2015 എങ്കിലും ആയിരിക്കണം. അങ്ങനെ കുറേ പ്രൊവിഷൻസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ നോക്കൂല. നമ്മളിത് കാണുമ്പോൾ ആ ഒരു നിമിഷത്തെ ഇതിൽ പോവാണ്. നമ്മൾ ഈ വഞ്ചിക്കപ്പെടുന്നതിനെ കുറിച്ച് നിരന്തരം സംസാരിക്കുകയുമുണ്ട്. നമ്മൾ കൂടുതൽ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു. അതേസമയം ഇപ്പൊ നമ്മൾ ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ എത്ര ചാനലുകളല്ലേ, എത്രമാത്രം സാധനങ്ങളാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ കൂടുതൽ നമ്മൾ വീണ്ടും ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഇപ്പം കബളിപ്പിക്കപ്പെടുന്നവൻ ഇനി കബളിപ്പിക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയുള്ള മെത്തേഡ് കണ്ടുപിടിക്കുമ്പോൾ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും മറ്റോ പോകുന്നത്. വൈറസ് കണ്ടുപിടിക്കുന്നതാണ് ആന്റിവൈറസും കണ്ടുപിടിക്കുന്നത്. അത് ഇവിടെ ആർക്കും അറിയത്തില്ല. നമ്മൾ ടെക്നോളജി ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ടെക്നോളജി ഈ ഓൺലൈൻ ഷോപ്പിംഗ് മോശമാണ്, റീറ്റെയിൽ മാത്രമേ നല്ലതെന്ന് ജനറലൈസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഷോപ്പിങ്ങിലും കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ ഒരു മൊബൈൽ വാങ്ങുന്നു, നമ്മൾ കടയിൽ പോയി ഒരു മൊബൈൽ വാങ്ങുന്നു, 3-ാം ദിവസം അത് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് സാർ പറഞ്ഞു. ഇപ്പൊ റീറ്റെയിൽ ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സാധനം മേടിക്കുമ്പോൾ ചിലപ്പോൾ ക്വാളിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടാവും, ഇല്ല എന്നല്ല. പക്ഷെ നമ്മളുടെ ടോട്ടൽ ഈ പറയുന്ന നമ്മുടെ ജീവിതമായി മാറ്റിമറിക്കുന്ന ഒരു വഞ്ചന അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് നമുക്കില്ലെന്ന് പറയാം. അല്ലെങ്കിൽ അക്രോസ് ഇന്ത്യ പ്രതിനിധീകരിച്ചുള്ള ഒരു സൈറ്റാണ്. അപ്പം ഇവരെല്ലാ സ്റ്റേറ്റിലും സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ റീറ്റെയിൽ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പൊ ആ ഒരു റിലേഷനും ആ ഒരു എന്താ പറയുക അവരുമായിട്ടുള്ള ഒരു റാപ്പ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സെക്യൂർ ആയിട്ട് തോന്നുന്നത്. അല്ല സാർ, നേരെ മറിച്ച് സംഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഒരു ഹസ്ബൻഡും വൈഫും മക്കളും എല്ലാരും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോകുന്നു, അവർ ഒരുമിച്ച് ഷോപ്പിംഗ് നടത്തുന്നു. അതിൽ കൂടെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അസ്വാരസ്യമൊക്കെ സംഭവിക്കുമെങ്കിലും അവിടെ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോ ഞാൻ 4 സാരി കണ്ടു, 4 സാരിക്ക് 1250 രൂപയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പുള്ളി 1250 രൂപ കൊടുത്തു, പുള്ളി പോയി കഴിഞ്ഞു. അപ്പൊ മോൻ അതെ എല്ലാ അച്ഛന്റെ കാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ കാശ് കൊടുക്കുന്നു. അപ്പൊ വീട്ടിനകത്ത് തീർന്നു. അതാണ് നേരത്തെ പറഞ്ഞ് നമുക്ക് പുറത്തിറങ്ങുമ്പോ ആ ഒരു ഫാമിലിയുടെ ഒരു ബോണ്ടിങ് ഒക്കെ നമുക്ക് ഈ ഓൺലൈൻ ഷോപ്പിംഗ് നഷ്ടപ്പെടുന്നില്ലേ? അല്ല, അത് മാത്രമല്ല മാഡം, ഇപ്പം ഇമാം പറഞ്ഞ പോലെ ഒരു കടയിലോട്ട് പോകാൻ ചിലപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നമ്മൾ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
അല്ലെങ്കിൽ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യുന്ന അവിടുത്തെ ആൾക്കാരുമായിട്ടൊരു സംസാരം, ആ ഒരു സമൂഹമായിട്ട് അന്നത്തെ ജനറേഷൻ കുറെ കൂടെ അറ്റാച്ച്ഡ് ആയിരുന്നു നടക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീട്ടിലിരിക്കുന്ന ആളുടെ സ്വന്തം ഗ്രാൻഡ് ഫാദറിന്റെ പേര് വെച്ച് അറിയത്തില്ലാത്ത പിള്ളേർ ഇന്നത്തെ കാലത്ത്. അപ്പോൾ എന്താ വെച്ചാൽ അവരൊരു വീഡിയോ ഗെയിമിലോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇപ്പോൾ ഒരു അരമണിക്കൂർ കിട്ടിയ മൊബൈലുമായിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നെറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ചാറ്റിങ്ങുമായിട്ട് ഇരിക്കുന്ന ആൾ. അപ്പോൾ എല്ലാവരും ആ ഒരു ജനറേഷനോട്ട് മാറി. അപ്പോൾ അത് ശരിക്കും ഇപ്പോഴത്തെ ജനറേഷനെ ഫാമിലിയെ തന്നെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അത് മറ്റേ 4 പേരും കൂടെ ഒരുമിച്ച് ഓർഡർ കൊടുത്താൽ മതി. അല്ലെ, ഞാനിപ്പോ മൊബൈൽ വാങ്ങിക്കുമ്പോൾ 2 പിള്ളേരും വന്നിരിക്കും, പക്ഷെ ഈ മൊബൈൽ വേണ്ട, മറ്റത് മതി. അതും ഒരു ബോണ്ടിങ്. മൊബൈൽ എന്താണ് സിനിമ മക്കളും അച്ഛനും മക്കളും കൂടെ ബോണ്ടിങ് ഉണ്ടാക്കിയാൽ ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചോദിച്ചു. ഭാര്യ വന്ന് പറയുമ്പോ എന്ത് പറഞ്ഞു? വൈഫിന് ചുരിദാർ വാങ്ങുന്നുണ്ട് ഞങ്ങൾ ഓൺലൈൻ. തീർച്ചയായിട്ടും ഓൺലൈൻ. സാറ് വെളിയിലൊന്ന് നടക്കും സാറേ. ഈ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഓൺലൈൻ സൈറ്റുകൾ അതും നടക്കുന്നുണ്ട്. ചീറ്റിംഗ് എന്ന് പറഞ്ഞ ഈയിടെ പത്രത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് മോഷണ സാധനങ്ങൾ അല്ലേ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊരു വളരെ പോപ്പുലറായ ഒരു അവിടെ ഞാൻ പറഞ്ഞത് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ പർച്ചേസ് നമുക്ക് സേഫ് ആക്കി എടുക്കാം. ഒന്ന്, ആ സൈറ്റിൻ്റെ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒരു അറിയപ്പെടുന്ന വെബ്സൈറ്റാണ്. അപ്പം അത് അവർക്കൊരു അറിയപ്പെടുന്ന വെബ്സൈറ്റാണ്, രജിസ്റ്റേർഡ് ആണ്, അത് ഇന്ത്യയിൽ കുറേ കാലങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ട് അവർക്ക്, ഇന്ത്യയിൽ ഒരു അഡ്രസ്സ് ഉണ്ട് അവർക്ക്. റീസെല്ലിംഗ് അവർക്ക് മിക്കവാറും സ്റ്റോറുകളുണ്ടാവും. അപ്പോൾ അവർ നേരിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു റെപ്യൂട്ടഡ് സ്ഥാപനമായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കയറി, അപ്പോൾ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് സൈറ്റ് സെക്യൂർഡ് ആയിരിക്കും, അവരുടെ പേയ്മെന്റ് ഒരിക്കലും ഡയറക്റ്റ് ആയിരിക്കത്തില്ല. പക്ഷേ സെയിം ഇന്റർഫേസോടുകൂടി വേറെ സൈറ്റുകൾ ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റ് ഉണ്ടാവും. അവിടെയാണ് ഫിഷിംഗ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞത്. ഫിഷിംഗ് സൈറ്റ് ഇപ്പോൾ അതേ പേരിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു ഓരോ റെപ്യൂട്ടഡ് സൈറ്റിൽ കയറി ഒരു ഓൺലൈൻ പർച്ചേസ് നടത്തി കഴിയുമ്പം സാധാരണഗതിയിൽ ഏത് സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി അവിടെ രജിസ്റ്റേർഡ് ആവും, മൊബൈൽ നമ്പറും രജിസ്റ്റേർഡ് ആവും. അപ്പോൾ ഈ ഇമെയിലും മൊബൈലും രജിസ്റ്റേർഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊമോഷൻ ആയിട്ടുള്ള ഇമെയിൽ നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ളൊരു കൺസെൻറ്റ് അതിനകത്ത് ഓൾറെഡി ടിക്ക് മാർക്കഡ് ഉണ്ടാവും. അത് നമ്മൾ അൺചെക്ക് ചെയ്യാറില്ല, അത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും വരുന്നത്. അപ്പോൾ ഇവരുടെ പ്രൊമോഷനായിട്ടുള്ള ആ പല മെയിലുകളും വരും. അപ്പോൾ ഇത്തരം ജെന്യുവൻ കമ്പനിയുടേതാണെന്ന് പറഞ്ഞിട്ടുള്ള മെയിലുകൾ വരാറുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ഒരു സാധനം ഒരിക്കൽ വാങ്ങി, പിന്നെ വരുന്നത് നമ്മുടെ ഈ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം ഇതുകൊണ്ട് നിങ്ങൾ രജിസ്റ്റേർഡ് കസ്റ്റമർ, വാല്യൂഡ് കസ്റ്റമറാണ് ഞങ്ങളുടേത്, താങ്കൾക്ക് ഇന്നൊരു പ്രത്യേക ഓഫറുണ്ട്, ഈ ഒരു പർട്ടിക്കുലർ ദിവസം ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമാണ് 75% ഈ പ്രോഡക്റ്റ് ഐഫോണിന് ഇന്ന ദിവസം ലാഭം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ആളുകളെ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടല്ലോ, ലാഭം കിട്ടിയാൽ ഏതിൻ്റെ പുറകെ നമ്മൾ പോകും, അതിൻ്റെ ക്വാളിറ്റി നോക്കത്തില്ല, അത് ഒരു നമുക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും നോക്കത്തില്ല, ഇല്ലെങ്കിലും ലാഭം കിട്ടുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് അവർ പറയുന്നത് ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ ലുക്ക് ലൈക്ക് സെയിം, അതിനെ ഫിഷിംഗ് വെബ്സൈറ്റുകൾ എന്ന് പറയും. അതേപോലെ തന്നെ പിക്ചറെല്ലാം കാണും. ചിലപ്പോൾ ഒരു പോയിന്റ് ആ അഡ്രസ് ബാറിനകത്ത് കയറി നോക്കിയാൽ ചിലപ്പോൾ ഒരു കുത്ത് വ്യത്യാസം കാണും, ചിലപ്പോൾ ഒരു കോമ വ്യത്യാസം കാണും. നമ്മളാരും അഡ്രസ് ബാറിൽ കയറിയിട്ട് ഇപ്പോൾ കയറി നോക്കുമ്പം അതിനകത്ത് .com എന്നാണോ ഒരു കുത്ത് കുറവാണോ എന്നൊന്നും കൂടുതലൊന്നും നോക്കാറില്ല. സെയിം ആയിട്ട് പിക്ചർ നോക്കും, ഫെമിലൈസ് ചെയ്യാനായിട്ട് ആ പടമുണ്ട്, അതിൻ്റെ ലോഗോ ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെടാം. എങ്കിലും ഈ പറഞ്ഞ രീതിയിലാണ് നമ്മളൊരു സെക്യൂർഡ് വെബ്സൈറ്റ് ആണെന്ന് നോക്കുക, അത്യാവശ്യം അത് സെക്യൂർഡ് ആയിട്ടുള്ള സിമ്പിൾ ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ SSL സെക്യൂർഡ് ആണെന്ന് നോക്കുക. പിന്നെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴും എപ്പോഴും ഡയറക്റ്റായിട്ട് നേരിട്ട് കൊടുക്കാതെ ഏതെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഏജൻസി വഴിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് പൈസ ക്ലെയിം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കൂടുക. പിന്നെ പോയിട്ട് അപരിചിതമായിട്ട് അല്ലെങ്കിൽ അൺവാണ്ടഡ് ചെറിയതായിട്ട് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള വെബ്സൈറ്റുകളിൽ കയറി സാധനം കൊടുക്കാതിരിക്കുക. പിന്നെ അക്കൗണ്ട്, പിന്നെ ഇതിനകത്ത് ചിലതുണ്ട്, ഇപ്പം ചില പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഈ വെബ്സൈറ്റ്, ഇപ്പം OLX പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെ ആളുകൾ കയറിയിട്ട് അവർ ധരിച്ചിട്ട് നമ്മുടെ മാർക്കറ്റ് പോലെയാണ്, സാധനം ആളുകൾക്ക് നിരത്തിക്കൊണ്ട് വയ്ക്കാം. വിൽക്കുന്ന സാധനത്തിന് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, ആര് കൊണ്ട് വയ്ക്കുന്നോ ആർക്ക് വേണമെങ്കിലും വാങ്ങാൻ, വരുന്നവർക്ക് ചന്ത ചെന്ന് നമുക്ക് സാധനം മേടിക്കുന്ന പോലെയാണ്. ഞങ്ങളൊരു സ്ഥലം കൊടുക്കുന്നു, അപ്പോൾ അവരോട് കംപ്ലയിൻറ്റ് ചെയ്യുക, അവരുടെ ഡിസ്ക്ലൈമറൊക്കെ വളരെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമില്ല, വാങ്ങുന്നവരും വിൽക്കുന്നവരും തന്നെയാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. എന്താ അവരുടെ ലാഭം എന്താ? അവർക്ക് അഡ്വർടൈസ്മെന്റ് കിട്ടും, ഇതിനകത്ത് ഒരു പരസ്യം, ഇതിനകത്ത് കയറി പരസ്യം കൊടുക്കുമ്പോഴത്തേക്കും അവർക്കത് കിട്ടും. ഹിറ്റിന് ഓരോ ഹിറ്റിന് പൈസയാണ്. ഇപ്പോൾ നമ്മൾ ഡെയിലി ഫിഷിൻ്റെ കാര്യമാവട്ടെ അല്ലെങ്കിൽ തൗഫീഖിൻ്റെ വിഷയമാവട്ടെ, രാധാകൃഷ്ണൻ സാർ, നമുക്ക് ഇവരുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഡെയിലി നമ്മുടെ മുമ്പിൽ ഒരാളുണ്ട്. പക്ഷെ നമുക്ക് ഈ പല
ഇത്തരം സൈറ്റുകളിൽ കൂടി നമുക്ക് അവരുമായിട്ടൊരു ടോൾ ഫ്രീ നമ്പർ പോലും ഇല്ലാതെ പോകുന്നുണ്ട്. അതൊരു ശരിക്കും നിയമപരമായിട്ട് നമുക്കൊരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയല്ല. അതാണ് സാർ പറഞ്ഞത്, സെക്യൂർഡ് സൈറ്റ്സ് ആയിരിക്കണം. ഇപ്പം eBay അല്ലെങ്കിൽ ഹോം ഷോപ്പ് ഇതുപോലുള്ള സാധനങ്ങൾക്ക് അവരുടെ ഓൺലൈൻ സൈറ്റ് കയറിയ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡിഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ തന്നെ അവരെടുത്തുകൊണ്ട് പോകും. അല്ലാത്തത് സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പറ്റിക്കപ്പെട്ടാൽ IPC 420 അനുസരിച്ച് കേസെടുക്കാം. കാരണം ക്യാഷ് ഇൻവോൾവ് ചെയ്തതായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൺസ്യൂമർ കോടതിയിൽ പോയി നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അവർക്ക് ഇപ്പോൾ ഓരോ സ്ഥലത്തും അതിന്റെ ഓഫീസ് വേണം എന്ന് ഒരു നിർബന്ധമില്ല. ഒരു കമ്പനി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടാവണം. ഇവിടെ ഇന്ത്യയിൽ കച്ചവടം നടത്തുന്ന പല പ്രോഡക്ട്സിനും ഇവിടെ രജിസ്റ്റേർഡ് ഓഫീസ് ഇല്ലാത്ത പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം നിയമം അനുസരിച്ച്, കമ്പനി ലോ അനുസരിച്ചാണെങ്കിൽ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം ഇന്ത്യയിൽ. അപ്പോൾ അത് നോക്കി, അതാണ് പറഞ്ഞത്, ഇത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ. ആദ്യം തന്നെ നമ്മളോട് അവർ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പർച്ചേസിലേക്ക് പോകത്തുള്ളൂ, അടുത്ത ലെയറിലേക്ക് പോവുള്ളൂ. അവർ നമ്മൾ ടിക്ക് ചെയ്തേ പറ്റൂ. അടുത്ത് ടിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആരും ഇത് വായിക്കത്തില്ല. കാരണം ഇത് വായിക്കാൻ തുടങ്ങിയാൽ ഒരു ദിവസം എടുത്ത് വായിക്കേണ്ടി വരും. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. ബാങ്കിൽ ലോൺ എവിടെയെല്ലാം ഒപ്പിടാവുന്നല്ല, എടുക്കത്തില്ല. അപ്പോൾ ആ കണ്ടീഷനിൽ അവരെ ഒരിക്കലും നമ്മൾ ഒരു സിവിൽ ലയബിലിറ്റിയിൽ ഇവിടുത്തെ നിയമത്തിന് പിടിക്കുകയില്ലാത്ത രീതിയിലാണ് നമ്മൾ അങ്ങോട്ട് കയറി കേസ് കൊടുത്തിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. അല്ലല്ല, അതിലൊരു വ്യത്യാസമുള്ളത്. ഇപ്പോൾ ജൂറിസ്ഡിക്ഷൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഇത് അമേരിക്കയിലാണ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് അത് നിലനിൽക്കില്ല. ഇന്ത്യയിൽ കേസ് കൊടുക്കാം. കാരണം ജൂറിസ്ഡിക്ഷൻ ഒരു കോൺട്രാക്ട് കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. ഒരു കേസ് ഇപ്പോൾ കൺസ്യൂമർ കോടതിയിൽ കൊടുക്കണമെങ്കിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, എവിടെയാണോ കോസ് ഓഫ് ആക്ഷൻ, അന്യായ കാരണം. ഇപ്പം ഞാനൊരു ഇലക്ട്രോണിക് ഗുഡ്സ് വാങ്ങിച്ചു, അത് പൊട്ടിയാൽ തിരുവനന്തപുരത്ത് വെച്ചാണ് ആ സംഭവിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് കോടതി കേസ് കൊടുക്കാം. അത് ഒരു വെബ്സൈറ്റിൽ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യുന്നു ഇത് USA മാത്രമേ കേസ് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിവിടെ വാലിഡിറ്റി ഇല്ല. ഇന്ത്യയിൽ കൊടുക്കാൻ നിയമമുള്ളിടത്തോളം കാലം ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റിൽ, ഞാനും ഒരു കമ്പനിയായിട്ടുള്ള കോൺട്രാക്റ്റിന് നിലനിൽപ്പില്ല. പറയണോ, നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇത്തിരി ചെറിയൊരു എമൗണ്ടിലെ ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ ചാടി ഇറങ്ങുന്നത്, അല്ലേ സാർ? എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പോൾ സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ സർക്കാരുമായിട്ടോ ഈ ഓൺലൈൻ നിങ്ങളും തമ്മിലുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊരു ചർച്ച ചെയ്യുന്നുണ്ട്. ഏതൊക്കെ മാസത്തിൽ നമുക്ക് ചർച്ച വെച്ചിട്ടുണ്ട്. ഓൺലൈൻ വരുമ്പോൾ ഡിമാൻഡ്സ് എന്താണ്? ഡിമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിയന്ത്രിക്കുക, അതിനൊരു ബോധവൽക്കരണം നടത്തുക. നമ്മുടെ ഈ ന്യൂ ജനറേഷനിൽ ഇതിന്റെ പിന്നിൽ പോകുന്നത്, അതിൽ വരുന്ന തട്ടിപ്പുകൾ കുട്ടികളാണ് എന്ന് ഞാൻ പറയുന്നില്ല, അവരതിന്റെ ഭാഗമാണ്. ഈ തട്ടിപ്പുകൾ വരുമ്പോൾ അതിനെ ഇന്ന രീതിയിൽ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ അറിവുള്ള ആൾക്കാരെ കൊണ്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് തന്നെ നടത്തുക. പല സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആ രീതിയിൽ ഓൺലൈനിൽ പോയാൽ അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന പോലെ. നിങ്ങളൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഓൺലൈനിൽ മേടിക്കുകയാണോ, അതോ നിങ്ങൾ അച്ഛനമ്മമാരെ കൊണ്ട് മേടിപ്പിക്കുകയാണോ? അച്ഛനമ്മമാരെ കൊണ്ട്. അപ്പൊ നേരത്തെ സാറ് പറഞ്ഞ മാതിരി ഇത് വാങ്ങിക്കി എല്ലാവരും കൂടെ ഇരുന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഫാമിലിയിലുള്ള എല്ലാവരും ആയിട്ട് അവരുടെ ഇഷ്ടങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഒരു കാര്യം വാങ്ങിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പുറത്തു പോകണമെന്നോ, പുറത്തു പോയി അങ്ങനെയൊന്നും ഇല്ലേ? നിങ്ങൾക്ക് പുറത്തു പോയി മെയിൻ ആയിട്ട് സാറ് പറഞ്ഞ പോലെ ഡിസ്കൗണ്ട്, വില കുറച്ച് കിട്ടുന്നത്, അത് നോക്കിയിട്ടാണ്. അതുണ്ടെങ്കിൽ മാത്രം പുറത്തു പോകും. അത് പുറത്ത് സാധനം കിട്ടാറില്ല. ഈ ഒരു മെന്റാലിറ്റിയാണ് നമ്മളെ കൊണ്ടുവന്നെല്ലാം ചാടിക്കുന്നത്. ഈ സെയിം സാധനം നിങ്ങളിപ്പോ ചില ബേബി, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില പേരെടുത്ത് പറയുന്നത് ഒരു ബ്രാൻഡിന്റെ ചില സാധനം ഓൺലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അത് കമ്പനിയുടെ റെസ്ട്രിക്ഷൻ ആണ്. കമ്പനി അത് ഓൺലൈൻ മാർക്കറ്റുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഡിസ്കൗണ്ട് തരാൻ വേണ്ടിയും നമ്മൾ അത് കമ്പയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അതേ ഫീച്ചറുള്ള തൊട്ടടുത്ത മോഡൽ മാർക്കറ്റിൽ ഉണ്ടാവാം. ഒരു പക്ഷേ അത് ഇതേപോലുള്ള പ്രൈസിൽ നിന്ന് കിട്ടുന്നുണ്ടാവാം. അത് നമ്മുടെ പ്രോബ്ലമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ആ ഒരു ഡിസ്കൗണ്ട് ആ പെർസെൻറ്റേജ് കാണുമ്പോൾ നമ്മൾ കണ്ണു മഞ്ഞൾ വെച്ചു. എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയെക്കാട്ടിലുപരി എനിക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട്, അതായത് ഒരു വെർച്വൽ സാധനമാണ് ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. എനിക്ക് തരാതെ തന്നു എന്ന് പറയുന്നൊരു സാധനം, അതിലാണ് നമ്മൾ മയങ്ങി പോവുക. ഇപ്പോൾ നമ്മുടെ ഈ വീട്ടിൻ്റെ മുറ്റത്ത് ഇപ്പോൾ ഒരു സൈക്കിളിൽ ഒരു ചേട്ടൻ ഒരു മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി മീനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി പൈസ മാത്രം നമുക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ സാറിൻ്റെ ഒരു വലിയ പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ആ ചെറിയ ക്വാണ്ടിറ്റി മീനിന് ആ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഒരു നമ്മൾ 2 കാര്യമാണ്. ഒന്ന്, ഇന്ത്യ ഈസ് എ കൺസർവേറ്റീവ് സ്റ്റേറ്റ്. അപ്പം എപ്പോഴും നമുക്ക് വില കുറച്ച് സാധനം കിട്ടണമെന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. പിന്നെ ക്വാണ്ടിറ്റിയെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് ലോ ആസ് 250 grams വരെ ഉണ്ട്.
കൂടുതലും പ്രോഡക്ട്സ് 500 grams ആണ്. അപ്പോൾ ഒരു വീട്ടിൽ മേടിക്കുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ തക്കതായ ഒരു പാക്കറ്റിലാണ് നമ്മൾ പാക്ക് സൈസ് വെക്കുന്നത്. അപ്പം ചെമ്മീനൊക്കെ ആകുമ്പോൾ വളരെ ഷ്രിംസ് ഒക്കെ ആകുമ്പോൾ വളരെ ചെറുതായതുകൊണ്ട് ഒരു 250 ഗ്രാമിൽ ഇറ്റ് വിൽ ബി ഇനഫ്. അപ്പം ബാക്കി മീനുകൾ എന്തായിരുന്നാലും ഒരു 500 grams ലെവലിലാണ് നമ്മൾ മൾട്ടിപ്പിൾസിലാണ് കൊടുക്കുന്നത്. സോ യു ക്യാൻ ബൈ ആസ് ലോ ആസ് 250 gram or 500 gram. 250 gram ആണ് എമൗണ്ട് ഇല്ല. ഈ ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കും. ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കും. ഒട്ടും കൂടുതലും കുറവും കാണത്തില്ല. കൂടുതലുണ്ടെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു കമ്പനി കൊടുക്കുന്ന ഓൺലൈനാണ്. ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ഒരാൾക്ക് ഫസ്റ്റ് ചോയ്സ് ഓൺലൈൻ തന്നെ ആയിരിക്കും. ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അത് ചില പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ എലീക്കോ എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ഉണ്ടായിരുന്നു. അവർ 12,000 റേഞ്ചിൽ അവർ കമ്പയർ ചെയ്യുന്ന വെച്ചാൽ ആപ്പിൾ ഐഫോണിൻ്റെ ഫീച്ചേഴ്സ് ഉള്ള ഫോൺ ഞാൻ 12,000 റുപ്പീസിന് ഓൺലൈൻ കൊടുക്കുന്നതാണ്. അവരും ഫസ്റ്റ് ട്രയൽ ചെയ്തത് ഓൺലൈൻ തന്നെയാണ്. അവരിപ്പോൾ മാർക്കറ്റിലെത്തി. അത് ലേറ്റ് ആയിട്ടാണ് മാർക്കറ്റിൽ എത്താറ്. ഇപ്പോൾ ഉദാഹരണം മോട്ടോള എന്നാണ് ഫോൺ. മോട്ടോള ഫസ്റ്റ് വന്നത് ഓൺലൈനാണ്. ആ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞ് പുതിയ മോഡൽ വന്നു. ഈ ഫസ്റ്റ് ഇറങ്ങിയ പ്രോഡക്റ്റാണ് 6 മാസം കഴിഞ്ഞ ശേഷം ഷോപ്പിലുള്ളത് വരുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പേര് പോലും കേട്ടിട്ടില്ലാത്ത ഇത്തരം ഇലക്ട്രോണിക് ഗുഡ്സിന് എവിടുന്ന് സർവീസ് നമുക്ക് കിട്ടും? അത് നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഈ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമുക്ക് സർവീസ് എവിടുന്ന് അവൈലബിൾ ആവും. 11,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 12,000 റുപ്പീസ് കൊടുത്ത് ആ ഒരു ഫോൺ മേടിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആരെ കോൺടാക്ട് ചെയ്യും? അല്ല, അത് ഇപ്പം ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ആമസോൺ ആണെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ സെല്ലേഴ്സിന് തിരിച്ചെടുക്കാറുണ്ട്. റീപ്ലേസ് ചരിത്രം എത്ര ദിവസം എടുക്കും? മിനിമം ഒരു ഫോൺ മേടിക്കുന്നത് അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്കാണ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഇന്നൊരു സാധനം വേണമെന്ന് ഞാൻ ചിന്തിച്ചാൽ അറ്റ്ലീസ്റ്റ് എനിക്ക് നാളെ മറ്റന്നാളെങ്കിലും എനിക്കത് കൈ കിട്ടണം, അതെനിക്ക് യൂസ് ചെയ്ത് തുടങ്ങണം അല്ലേ? അതൊരു കംപ്ലൈൻറ്റ് ആണെങ്കിൽ എനിക്കൊരു കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 7 ഡേയ്സിനുള്ളിൽ എനിക്കത് റിപ്പയർ ചെയ്ത് കിട്ടും. ഇത് ഞാനൊരു ബ്ലൂടൂത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് എൻ്റെ ഓഫീസിൽ നടന്ന സംഭവമാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള മേടിച്ചത് ബ്ലൂടൂത്ത് കംപ്ലൈൻറ്റ് ആണ്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഏത് ഇലക്ട്രോണിക് സാധനത്തിലും കംപ്ലയിൻറ്റ്സ് വരാം. ആ സാധനം കംപ്ലയിൻറ്റ് വന്നു, ഞാൻ അത് തിരിച്ചു അയച്ചു കൊടുത്തു. അത് ക്ലിയർ ആക്കി തിരിച്ചു വന്നപ്പോഴത്തേക്ക് 1 മാസം 7 ദിവസമായി. നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈൻ പർച്ചേസ് മോശം എന്നല്ല പറയുന്നത്. ഓൺലൈൻ തീർച്ചയായിട്ടും ഇനിയും വരാൻ പോകുന്ന ഓൺലൈൻ പർച്ചേസ് തന്നെയാണ്. അവർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ അറിയപ്പെടുന്നത് ഫെമിലിയർ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഓൺലൈനിൽ നോക്കുക. അറ്റ്ലീസ്റ്റ് നമുക്ക് സർവീസിനെങ്കിലും കുറച്ച് ഡിലേ ആയാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും. 2015 ഓൺലൈൻ നമ്മുടെ ഇന്ത്യയിലെ ഓൺലൈൻ ഷോപ്പേഴ്സിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് അറൗണ്ട് $16 billion ആണ്. 16 billion. അത് 2025 ഇവർ പ്ലാൻ ചെയ്യുന്നത് $81 billion ആണ്. അപ്പോൾ അതിൻ്റെ മുമ്പേ ചോദിച്ചിരുന്നില്ലേ, ആ ഒരു സ്കോപ്പിനെ കുറിച്ച് ചോദിച്ചിരുന്നില്ലേ? ഭയങ്കര ഹ്യൂജ് സ്കോപ്പാണ്. നമ്മളൊരിക്കൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ പറ്റില്ല, നമ്മുടെ ജോലി പോകും, ജീവിതം പോകും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് യൂസ് ചെയ്തത്? മിനിമം 2 കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണുള്ളത്. നമ്മുടെ ജോലി പോയോ? ഈ സെയിം തന്നെ. പക്ഷേ നമ്മൾ സാർ പറയുന്നത് നമ്മൾ അപ്ഡേറ്റ് ആവണം. അതിന് ബാക്കപ്പ് നമ്മൾ ചെയ്യണം. അത് നമ്മുടെ കഴിവാണ്. എനിക്ക് നേരത്തെ പറഞ്ഞിരുന്നു, ശരിക്കും ഇതുകൊണ്ട് ഒരുപാട് പേർക്ക് തൊഴിലില്ലായ്മ വലിയൊരു വൻ പ്രശ്നമാണ്. വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, 1 കോടി ആളുകൾ ഈ രംഗത്തുണ്ട്. നമ്മുടെ ചെറുകിട വ്യാപാര രംഗത്ത് 1 കോടി ജനങ്ങളുണ്ട്. അതായത് നമ്മുടെ ജനസംഖ്യയുടെ 1/3 ഭാഗം. അവരെല്ലാവരും ദുരിതത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ന്യൂ ജനറേഷന് ഈ സാറ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കിക്കണം. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു പരിധി വരെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തൗഫീഖ് അപ്പോൾ അവരൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതും ഒരു നല്ല കാര്യം തന്നെയല്ലേ? നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണല്ലോ അത് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ പറയുന്ന പോലെ നമ്മളെ കൊണ്ട് ഈ സാധനങ്ങൾ ഇവർ വാങ്ങിപ്പിക്കുക ഓൺലൈന്. അത് നമ്മളിപ്പോൾ എല്ലാവരും യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു മൈൻഡിലോട്ട് വന്നു. പണ്ട് നമ്മളൊരു ഫോൺ വാങ്ങിച്ചാൽ എത്ര കൊല്ലം നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചാൽ നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 1 year മാക്സിമം. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലില്ലാത്ത ബാക്കി എല്ലാ ഡേറ്റ നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എൻ്റെ സാധനങ്ങൾ, സെക്യൂരിറ്റി ഉള്ള എല്ലാ സാധനങ്ങളും. ഈ സാധനം 1 വർഷം കഴിയുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഒന്ന് ഫോർമാറ്റ് ചെയ്തിട്ട് OLX-ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റിലിട്ട് അങ്ങ് സെല്ല് ചെയ്യും. വേറൊരാൾക്ക് സെക്കൻഡായിട്ട് വയ്ക്കും. ഈ സാധനം നമ്മൾ എത്ര തവണ ഫോർമാറ്റ് ചെയ്താലും ഇതിൽ നിന്നുള്ള ഡേറ്റാസ് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന സെക്യൂരിറ്റി കോഡ് ഉൾപ്പെടെ നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസോ എന്ത് വേണേലും നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. ഇതാരും നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെയാണ് ഈ പറയുന്ന പല സാധനങ്ങളുടെ ഡേറ്റാസ് നമുക്ക് നഷ്ടപ്പെടുന്നത്. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് യൂസ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് റാറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, റിമോട്ട് ആക്സസ് ട്രോജൻ. അതൊരു വൈറസാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻറ്റി വൈറസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതാക്കാം. അപ്പോൾ അതും വേറൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന ഇപ്പോൾ ഗൂഗിൾ ക്രോം, അതൊരു തേർഡ് പാർട്ടി സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ
നമുക്ക് അപ്പോൾ ഗൂഗിളിൻ്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമെങ്കിൽ നമുക്കതറിയാം അത് ഗൂഗിളിലാണ്. അതല്ലാതെ വേറൊരു സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്താൽ ചിലപ്പോൾ അത് റാറ്റ് ആയിരിക്കും. അപ്പോൾ എനിക്കിപ്പം സാറിന് ഹാക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ആപ്പ് ചേട്ടന് പെൻ ഡ്രൈവിലോ അങ്ങനെ വല്ല ആക്കി തന്നാലും മതി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ IP അഡ്രസ്സ് വെച്ച് എനിക്ക് അതിൻ്റെ പാസ്വേഡ് എനിക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതും കൂടെ നോക്കണമെന്ന്, അത് വേറൊരു കാര്യമാണ്. അത് പറയാം. നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. യഥാർത്ഥത്തിൽ നമ്മളൊരു അവയർനെസ് ക്ലാസ് കൊടുക്കേണ്ടത് ഇവർക്കാണോ അതോ ഇവരുടെ പാരൻസിനാണോ? രണ്ട് സ്ഥലത്തും വേണം. കാരണം ഇവരെ എനിക്ക് തോന്നുന്നത് സ്കൂൾ കോളേജ് തലത്തിൽ ഇതിനെ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട്, കാരണം നമ്മളിപ്പം പുതുതായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഓൺലൈനിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും കാലത്താണ്. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ബൂം ചെയ്യണം. മറ്റ് രാജ്യങ്ങളെക്കാൾ വളരെ ഫാസ്റ്റായിട്ടാണ് മൊബൈലിൻ്റെ യൂസേജും. ഇപ്പം മൊബൈൽ എന്ന് പറഞ്ഞത് എല്ലായിടത്തും നെറ്റ് ബേസ്ഡ് മൊബൈലാണ് വരും. നമുക്കിപ്പോൾ 4G ഇപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും 4G ആയി, മറ്റു സ്ഥലങ്ങളിൽ 5G ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ലെവലിൽ വരുമ്പോഴത്തേക്കും മൊബൈലിൽ തന്നെ ഇൻ്റർനെറ്റ് ആവശ്യമാണ്. മൊബൈലിൽ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് എല്ലാ ആപ്പ് ബാങ്കിങ് സംവിധാനം അടക്കമുള്ള എല്ലാ സംവിധാനം ഇപ്പോൾ മൊബൈലിലേക്ക് വരിക. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഏതെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്നോ പേഴ്സണൽ മൊബൈലിൽ നിന്നോ സെക്യൂർഡ് ആയിട്ടൊന്ന് ചെയ്യാവുള്ളൂ. ഇത്തരം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്തെങ്കിലും നടത്തുവാണെങ്കിൽ ആ കമ്പ്യൂട്ടർ ആ മൊബൈൽ അൺവാണ്ടഡ് സൈറ്റ് വിസിറ്റ് ചെയ്യാനും അനാവശ്യ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും ഉപയോഗിക്കാതിരിക്കുക. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും അതുപോലെ ഇ-കൊമേഴ്സും ഓൺലൈനും ഇതെല്ലാം ഉപയോഗിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഡ്വൈസ്. ഉപയോഗിക്കരുതെന്നല്ല, പക്ഷേ അതിൻ്റെ ദൂഷ്യവശം മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ സൈറ്റിൽ കയറുമ്പോൾ ആ സൈറ്റിൻ്റെ സെക്യൂരിറ്റി നോക്കുക, പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊക്കെ സർവീസ് കിട്ടുന്നതാണെന്ന് നോക്കുക. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെയാണ് കാർഡ് ഉപയോഗിക്കുന്നെങ്കിൽ അവരോട് പറയുക. പാസ്വേഡ് ദയവേത് അമ്മ അച്ഛന്മാരെ കൊണ്ട് തന്നെ അടിപ്പിക്കുക, മക്കൾ ആ പാസ്വേഡ് ഉപയോഗിക്കാതെ. അത് കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പബ്ലിക് ആയിട്ടുള്ള ഇന്റർനെറ്റ് കഫേയിലോ അല്ലെങ്കിൽ പബ്ലിക് വൈഫൈയിലോ ഒന്നും പോയിട്ട് നമ്മൾ നെറ്റ് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഇന്റർനെറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൈഫൈ ഉപയോഗിക്കുന്നവരാണ് അതിൽ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യുക. ഇമെയിലിൻ്റെ ആണെങ്കിലും ബാങ്ക് അക്കൗണ്ടിൻ്റെ ആണെങ്കിലും ATM-ൻ്റെ ആണെങ്കിലും പിന്നും പാസ്വേഡും ഒക്കെ റെഗുലർലി മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു 5 വർഷം മുന്നേ ATM കാർഡ് കിട്ടിയപ്പം ഉപയോഗിച്ച അതേ പിന്ന് തന്നെ ഉപയോഗിക്കുന്നവരാണ് 99% പേരും. ആ പിന്ന് ആ കാർഡിൻ്റെ പുറകിൽ മറന്നു പോകാതെ എഴുതി വെക്കുന്നവരാണ് ബാക്കി ആളുകൾ. അവർ പേഴ്സ് പോകുമ്പം കാർഡും പിന്നും കൂടെ ഒന്നിച്ച് പോയെന്ന് വന്ന് പരാതി വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പം പാസ്വേഡ് നമ്മളൊരു സെക്യൂർഡ് പാസ്വേഡ് ഉപയോഗിക്കുക, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സന്ദേശം ഓരോരുത്തരും വ്യക്തിപരമായി ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഈ സാറ് നേരത്തെ പറഞ്ഞതുപോലെ സെക്യൂർഡ് ആയിട്ടുള്ള ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമേ വാങ്ങാവൂ. ഈവൻ പഠിച്ച് വാങ്ങുന്ന നമുക്ക് തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഇത് വാങ്ങാവൂ. ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന സർവീസ് സെൻ്റർ ഉണ്ടോ, അത് ഇപ്പം ഒണീഡ എന്ന് പറഞ്ഞൊരു ഫോൺ വാങ്ങുന്നു, അതിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ അത് എവിടെയൊക്കെ സർവീസ് സെൻ്റർ ഉണ്ട്. ഐബാളിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ തിരുവനന്തപുരത്ത് സർവീസ് സെൻ്റർ ഉണ്ടോ എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്നതിനേക്കാളും സമയമെടുത്ത് മാത്രമേ ഓൺലൈൻ ഷോപ്പ് നടക്കുകയുള്ളൂ. ഒരു ഫോൺ വാങ്ങുന്നെങ്കിൽ തന്നെ മണിക്കൂറുകളോളം, എൻ്റെ കാര്യം പറയാം, മണിക്കൂറുകളോളം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും നോക്കിയതിന് ശേഷം വാങ്ങിക്കാൻ പറ്റും. കടയിൽ പോയി അതിൻ്റെ ആവശ്യമില്ല. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കണ്ടിട്ട് നേരെ പോയി ഇറങ്ങി വാങ്ങിയാൽ മതി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു സൈറ്റിനകത്ത് നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ പല കാര്യങ്ങളും നോക്കിയതിന് ശേഷമേ വാങ്ങുള്ളൂ. അങ്ങനെ ചെയ്യാവൂ. ഓൺലൈനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സ്കൂൾ കോളേജ് തലങ്ങളിൽ ആഴ്ചയിൽ ഒരു ക്ലാസ് അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് കുട്ടികളെ മനസ്സിലാക്കിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിലുള്ള മാനുഷിക പരിഗണന അതുകൂടെ ഈ ന്യൂ ജനറേഷനെ അറിയിക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ്. ഇവിടെ ഭീഷണി നേരിടുന്ന ഒരു സമൂഹം ഇതിൻ്റെ പിന്നിലുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മളതിന് മുന്നോട്ട് പോകുവാൻ. പിന്നെ പ്രധാനമായിട്ടും സാറ് പറഞ്ഞതുപോലുള്ള ഈ ദോഷവശങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മുടെ നാളേക്ക് എന്തുകൊണ്ടും പ്രയോജനപ്രദമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഓൺലൈൻ എന്ന് പറയുന്നത് നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ഓൺലൈനാണ്. ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ ആപ്ലിക്കേഷൻ എടുക്കുന്നവരെ ഓൺലൈനാണ്. അപ്പോൾ നമുക്കിത് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ ഇവർ ഓൺലൈൻ ഇപ്പം ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഇവർ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് അല്ലാത്ത രീതിയിൽ ആൾക്കാർ കാണത്തുള്ളൂ. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഓൺലൈൻ ഉപയോഗിക്കുക, ഈ പിൻ നമ്പർ റെഗുലർ മാറ്റിക്കൊണ്ടിരിക്കുക, അതേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വലിയ എമൗണ്ടിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഒരു ചെറിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷന് ശേഷം അപ്പം തന്നെ ആ പിൻ നമ്പർ മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ഉപായം. അല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ ദിവസവും എല്ലാവരും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവർ പഠിച്ച് അത് സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനേക്കാളും വലിയ ആൾക്കാർ വരും. അപ്പോൾ നമുക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ബാധകമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നെറ്റ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം അപ്ഡേറ്റ് ആകുക ടെക്നോളജിയിൽ. അതുപോലെ തന്നെ നമ്മളും കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ തൗഫീഖിന്റെ ശൃംഖല ഇനി കേരളം മുഴുവനും വ്യാപിപ്പിക്കാനാണോ എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. കേരളം മൊത്തം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എറണാകുളത്താണ്. നെക്സ്റ്റ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് കോഴിക്കോടാണ്.
അപ്പോൾ ബാക്കി നമ്മളതിൻ്റെ ഡിപ്പെൻഡ് അനുസരിച്ചാണ് കൂടുതൽ നെക്സ്റ്റ് ജില്ലയിലോട്ട്. നമുക്കൊരിക്കലും കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവാതിരിക്കാൻ പറ്റില്ല. അപ്ഡേറ്റ് ആവണം, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ വേണം. പക്ഷേ കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൺലൈൻ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണോ, ആ സൈറ്റ് സെക്യൂർഡ് ആണോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാതെ അല്ലെങ്കിൽ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ വറി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ജനറേറ്റ് ആവും. പക്ഷേ നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കുക, നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. നമ്മൾ മേടിക്കുന്ന ഓൺലൈൻ വെബ്സൈറ്റിന് ഒരു കമ്പനി അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കുക, ഒരു സെക്യൂർഡ് വെബ്സൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക, ആണോ എന്ന് നോക്കുക. പിന്നെ സെക്യൂർഡ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടോ എന്ന് നോക്കുക. പ്രോപ്പർ റിട്ടേൺ പോളിസി ഉള്ളൊരു വെബ്സൈറ്റ് ആണോ എന്ന് നോക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിന് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അത് ആൻറ്റി വൈറസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. എപ്പോഴും അങ്ങനത്തെ ഒരു അപ്ഡേറ്റഡ് ഇതിൽ നിന്ന് നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മാറുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാറ്റം അനിവാര്യവുമാണ്. പക്ഷേ ഈ മാറ്റത്തിനിടയിലും നമ്മൾ കാലിടറാതെ നോക്കേണ്ടത് നമ്മളുടെ തന്നെ ആവശ്യമാണ്. വഞ്ചനയുടെ ഒരുപാട് കഥകൾ നിത്യവും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ സ്വയം വഞ്ചിതരാവാതെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. അതിന് പ്രചോദനം ഈ സെൽഫിയിലെ ചർച്ചയാവട്ടെ. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച സെൽഫിയിൽ ഇതേ സമയം കാണാം.